ഹായ് ഓൾ, വെൽക്കം ടു ദി നട്ടപ്പതിര വീഡിയോ. എല്ലാ വവ്വാൽ മക്കൾക്കും സുഖം തന്നെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല മഴയാണ്. അപ്പോൾ ഐ ആം യുവർ ബാറ്റ്മാൻ ഏജൻറ്റ്. ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട രണ്ട് ന്യൂസ്, അധികം നമ്മളെ ചാനലുകൾ ആരും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു രണ്ട് ന്യൂസാണ്. എന്നാൽ എനിക്കിതിൽ കുറച്ചധികം സംശയം തോന്നി. ഓക്കെ, അപ്പോൾ ആ സംശയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളത് എൻ്റെ കമൻറ്റ് ബോക്സിലും ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് സംശയം പിടിച്ച ആ രണ്ട് ന്യൂസിലേക്ക് പോവാം. ഒന്നൊരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കൽക്കണ്ടം പിടിച്ചിട്ട് ഡാൻസ് ഓഫുകാർ അത് സബ്സ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞ് എഴുതിയൊരു FIR ഇട്ട് 151 ദിവസം അങ്ങനെ പിടിച്ച് അകത്തിട്ടേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, 151 ദിവസം കൽക്കണ്ടം പാക്കറ്റ് കയ്യിൽ വെച്ചതിന് ഒരാൾ അകത്ത് കിടന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നീതി കിട്ടണ്ടേ? പക്ഷേ ഐ ഹാവ് ലോട്ട് ഓഫ് ഡൗട്ട്സ്. നമ്മൾ ഒരു കാര്യം ഇങ്ങനെ കേൾക്കുമ്പോൾ പല ചിന്തകളും നമുക്ക് പോകുമല്ലോ. അപ്പോൾ എന്താണ്, നമുക്ക് ആദ്യം ആ ചേട്ടൻ്റെ വീഡിയോ ആണ്. കേസിൽ അറസ്റ്റിലായി 150 ദിവസം ജയിലിൽ കിടന്നു. അപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് ശരിക്കും? എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടെയ്നർ ലോറി ഒന്നിച്ച് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ കുക്കാണ്, ഡ്രൈവറുമാണ്. അപ്പോൾ അവൻ മംഗലാപുരത്ത് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിലേക്കുള്ള കുട്ടികൾക്കുള്ള ആവശ്യാർത്ഥം മേടിച്ചൊരു 100 ഗ്രാം കൽക്കണ്ടം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. രാവിലെ ചാവടിക്കാണ്ട് പോകുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ നടന്നിങ്ങനെ ഡിവൈഡർ കയറി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് സംഗതി 5-6 പേര് വന്നു. പിന്നെ ലുങ്കി നമ്മൾ സാധാരണ സിവിലിൽ വന്നിട്ട് സംഗതി പെട്ടെന്ന് കൈ കയറി പിടിച്ചു. ഞങ്ങൾ സ്ക്വാഡാണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കാഞ്ഞങ്ങാടാണ്, ഞങ്ങൾ ജോലിയുടെ ആവശ്യത്തിന് വരുന്നതാണ് പറഞ്ഞു. കിശോരനാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കിശോരൊന്നുമില്ല പറഞ്ഞു. അവൻ്റെ കിശോരനാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല അവന്. അപ്പോൾ ഈ വീട്ടിലേക്ക് പഠിച്ച അത്ര. അപ്പോൾ ഇവർ പരിശോധിക്കുമ്പോൾ സംഗതി നമ്മൾ ഇന്നലെ രാത്രി കഴിച്ചതിൻ്റെ ബാക്കിയുള്ളത് 58 ഗ്രാം സാധനമുണ്ട്. അവർ തൂക്കി നോക്കുമ്പോൾ അങ്ങനെയാണ്, അത് മകസറിലുണ്ട്, FIR ഞാൻ പറഞ്ഞു സാറേ അത് ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചതിൻ്റെ ബാക്കി അത് കൽക്കണ്ടാണ്, അത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അല്ലല്ല, ഇത് നിങ്ങൾ ആർക്ക് കൊടുക്കാണ്ട് കൊണ്ടുവന്നത്, എവിടെ നിന്ന് കിട്ടി, അങ്ങനെ കിട്ടി. പിന്നെ അപ്പം തന്നെ സ്പോട്ടിൽ ആങ്ങപ്പെട്ടു, മൊബൈൽ മേടിച്ചു, സ്വച്ഛപ്പാക്കി. നിങ്ങളുടെ കയ്യിലുള്ള സാധനം MDMA ആണ് എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവനൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം അവൻ മംഗലാപുരത്ത് നിന്ന് വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ദൈവം അതോട്ടാണോ. അപ്പം ഞാൻ അവനോട് ചോദിച്ചോടെ അല്ല പോയി ഇത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സാധനം സത്യം പറഞ്ഞാൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുന്നത്. ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ കഴിച്ചതാണല്ലോ, ഇതിന് മധുരം, ഞങ്ങൾ കഴിച്ചപ്പോൾ മധുരമാണ്. ജയിലിൽ ചെന്നപ്പോൾ ജയിലിലുള്ള കൂട്ടാളികളാണ് പറയണത് ഇത് ഒറിജിനൽ കയ്പ്പാണ്, ഇത് നിങ്ങൾ തിന്നത് കലക്കണം തന്നെ. ഞാൻ പറഞ്ഞു ഞങ്ങൾ കഴിച്ച് കലക്കണം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ പോലീസോട് പോലീസ് എന്ത് ചെയ്തു ഒന്നും ചോദിച്ചൊന്നുമില്ല, ഒരു കാര്യം ചോദിച്ചില്ല. ഇത് എവിടുന്ന് കിട്ടി, ആര് തന്നു, എവിടെ കൊടുക്കണം, അതാണ് ചോദ്യം, വേറൊന്നുമില്ല. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ വിഷയത്തിൽ ഓരോരുത്തരെ ഈ സാധനം പിടിക്കുന്ന വിഷയത്തിൽ വീഡിയോ ചെയ്താൽ എൻ്റെ റെഗുലർ വീഡിയോ കാണുന്നവർ ശ്രദ്ധിച്ച് കണ്ടു കാണും. ഞാൻ പറയുന്നത് ചില സമയത്ത് എന്താ അറിയോ, ഡാൻസ് ഓഫ് ഒരു വെച്ച് പിടിക്കും, ടാർഗറ്റ് പരിപാടി തന്നെ. എൻ്റെ ഒരു അറിവിൽ കേരളത്തിലുള്ള ഒരു ഡാൻസ് ഓഫിലുള്ള ഒരു മനുഷ്യനും ആട്ടുംകാട്ടവും കൂർക്കപ്പേരും കണ്ടാൽ തിരിച്ചറിയാൻ മാത്രം ബോധമില്ലാത്തവരല്ല. മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. സാധനം കണ്ടിട്ട് അത് കൽക്കണ്ടാണോ സാധനമാണോ എന്ന് തിരിച്ചറിയാത്ത ഉദ്യോഗസ്ഥർ ഡാൻസ് ഷാഫിനകത്ത് എനിക്ക് തോന്നുന്നില്ല. അതേ പറഞ്ഞു, ആട്ടുംകാട്ടോ കുറുക്കപ്പേരും കണ്ടാൽ തിരിച്ചറിയണവരാണ് ഇവിടെ ഡാൻസ് ഷാഫിലുള്ളത്. ഇതിൽ ഇങ്ങനെ പറയുന്ന ഒപ്പമുള്ള ഒരു വ്യക്തി, ഓക്കെ, ഒരു മംഗലാപുരത്ത് നിന്ന് ജോലിയൊക്കെ ചെയ്ത് വന്നൊരു മനുഷ്യൻ, അയാൾ ചിലപ്പോൾ ഇവരെ സ്കെച്ചിലുള്ളതായിരിക്കും. ഡാൻസ് ഓഫ് എപ്പോഴും സ്കെച്ച് ഇട്ടിട്ടാണ് പിടിക്കാറ്. ഇൻഫർമേഷൻ എവിടെന്നെങ്കിലും കിട്ടും. മേ ബി അവരുടെ സ്കെച്ചിലുള്ള ഒരാളാവാനാണ് ഈ ഒപ്പമുള്ള വ്യക്തിയുടെ സാധ്യത ഞാൻ കണ്ടത്. ഇയാൾ ചിലപ്പോൾ ക്ലീൻ ആയിരിക്കും, ഇയാൾക്ക് അതിനെക്കുറിച്ച് വല്ല ഐഡിയ ഒന്നും ഉണ്ടാവില്ല. ഈ പാവം ചിലപ്പോൾ ഇതിൽ പോയിട്ട് പെട്ട് കുടുങ്ങിയതായിരിക്കാം. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് അവർക്ക് മറ്റവൻ സ്കെച്ചിലുണ്ടാവും, ഇങ്ങനെ ചിലപ്പോൾ അതിനിടയിൽ പോയി പെട്ടതാവാനുള്ള ചാൻസേ ഞാൻ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞ പോലെ വെച്ച് പിടിക്കുന്ന പരിപാടിയുണ്ട്. ഓക്കെ, വെച്ച് പിടിക്കും. പക്ഷെ ഇതിൽ വെക്കാനുമില്ല. കാരണം ഇവരെ ഇന്ന് 58.240 ഗ്രാം എന്നാണ് ആ പേപ്പറിൽ കാണിച്ചിട്ടുണ്ടായത്. ഓക്കെ, ആൻഡ് ആസ് പെർ ദ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് സാമ്പിൾസ്, അതിൻ്റെ ഡേറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എന്താ അറിയോ, ഇതൊരു സബ്സ്റ്റൻസ് അല്ല. ഓക്കെ, അത് വെറും കൽക്കണ്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, വെറും കൽക്കണ്ടമാണ് എന്ന് അറിഞ്ഞതോടുകൂടി ഈ ചേട്ടൻ 151 ദിവസം ഞാൻ എന്തിന് ജയിലിൽ കിടന്നു ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പം ഈ ചേട്ടൻ്റെ വേർഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ ആകെ ഇല്ലാതായിട്ടുണ്ടാവും. നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ പുറത്തിറങ്ങും, കുടുംബക്കാരുടെ മുന്നിൽ ഇങ്ങനെ പുറത്തിറങ്ങും.
ഈ പുറത്തിറങ്ങിയാൽ ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചത് കൽക്കണ്ട എന്നുള്ളത് ഈ നാട്ടുകാരും കുടുംബക്കാരും സുഹൃത്തുക്കളും അറിയൂ ഇല്ല. എവിടെ ചെന്നാലും ഇനിയിപ്പോൾ ആ ചേട്ടൻ ഒരു കടയിൽ കയറിയിട്ട് ഒരു പഞ്ചാര പോലും വാങ്ങാൻ പറ്റില്ല. കവറിൽ പഞ്ചാരയും പിടിച്ച് പോകുമ്പോൾ ആ പോണും മറ്റേ സാധനവും കൊണ്ട് പറ്റുമെന്ന് പറയും. എന്തിനാണ് തുമ്മിയിട്ടൊന്ന് ആക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്കും നാട്ടുകാർ മറ്റേത് പറയും. ഈ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ലൈഫ് തൊലയുകയാണത് അല്ലേ. ഇവിടെ ഞാൻ പറയുന്നത് ചിലർക്ക് പ്രിവിലേജ് ഉണ്ട്, ചിലർക്ക് പ്രിവിലേജ് ഇല്ല. ഇപ്പോൾ വേടം പറഞ്ഞ പോലെ ഈ ചേട്ടൻ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു, അത് കൽക്കണ്ടമായിരുന്നു. ഇത് എത്ര പേര് ആക്സെപ്റ്റ് ചെയ്യും? എത്ര പേരിലേക്ക് എത്തും ഇത്? ഇല്ല. അപ്പോൾ വിസിബിലിറ്റി ഇല്ല, അവിടെ എന്തില്ല, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ല, അവിടെ പ്രിവിലേജ് ഇല്ല, ഒന്നുമില്ല. ഈ ന്യൂസ് തന്നെ എത്ര പേര് ശ്രദ്ധിക്കും? ശരിക്കും എന്താ ചെയ്യേണ്ട അറിയും? ഇത് ഇങ്ങേരറിയാത്ത ഈ കൽക്കണ്ടം വെച്ച് ഇവന്മാർ പണിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം. ഈ ചേട്ടന് വന്ന എല്ലാ നഷ്ടങ്ങളും 151 ദിവസം അയാൾ പണിയില്ലാതെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 150 ദിവസം ഇയാൾക്ക് ആ പണിക്ക് കിട്ടേണ്ട കൂലി അവർ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ നാടറിഞ്ഞ് നാട്ടുകാരറിഞ്ഞ് ഈ വ്യക്തി കൽക്കണ്ടം കയ്യിൽ വെച്ചതിനാണ് ഇവർ പിടിച്ചതെന്നുള്ളത് അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നുണ്ടേ, ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടാൻ എത്രയും സമയമാണ്? കൽക്കണ്ടാണോ സബ്സ്റ്റൻസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തൊക്കെ നടക്കണ്? പാകിസ്ഥാൻ അടിക്കാൻ നമ്മൾ റോക്കറ്റ് സയൻസ് വരെ അപ്ഗ്രേഡ് ചെയ്തോ ലെവലിലെത്തിച്ച്. എന്തിന്? പിണറായി ദ ലെജൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മറ്റേ ഇത് വരെ ഇറങ്ങുന്നത്, ഡോക്യുമെൻ്ററിയോ സുനാപ്പിയോ അതിനിടയിലുള്ള എന്താണ് ട്രെയിലറൊക്കെ ഇറങ്ങുന്നത്. അതിനൊക്കെ കോടിക്കണക്കിന് ഉറുപ്പ്യ, റിയാസിന് റീൽസ് എടുക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പ്യ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പൈസ ഉണ്ട്. അത്യാവശ്യം ഇതേപോലുള്ള കേസുകളിൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അത് സാധനം അത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ ഇത്ര ദിവസവും ഇത്ര ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടാൻ ഇത്ര സമയവും. എന്താണ് ഇത്? ആയേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നോക്കാം. ഇനി നിങ്ങൾ കൂടുതൽ വർത്തമാനം ഓടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ കാങ്ങപ്പെട്ടു. എന്ത് ചെയ്യാൻ പറ്റും? ആരോട് എന്ത് പറയാനാ? ഇവരോട് പറഞ്ഞവർ കേൾക്കുന്നില്ല. 13-ാം ദിവസം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയപ്പോൾ മജിസ്ട്രേറ്റോടും പറഞ്ഞു, സാറേ ഞങ്ങളത് അതൊന്ന് ലാബ് റിപ്പോർട്ട് നിങ്ങൾ പെട്ടെന്ന് തരാമോ, അത് ഞങ്ങൾ സാധനം കലക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആരും ഞങ്ങൾ പറഞ്ഞ ആരും കേൾക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഞാനിപ്പോൾ എന്താ പറയണ്ടേ? അങ്ങനെ 151 ദിവസം ഉള്ളിൽ കിടക്കേണ്ട വന്നു. ആ നാട്ടുകാർ മുമ്പിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളല്ലേ ഞാൻ വിൽപ്പനക്കാരനായി. പേപ്പറിലുള്ള ഇത് ഇവിടെ പേപ്പറിലെല്ലാം വന്നത് സംഗതി ഇങ്ങനെയാണ്. ഞാൻ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ കോളേജ് സ്കൂൾ തലത്തിൽ മയക്കുമരുന്ന് വിൽപ്പന ചെയ്യുന്ന ആളാണെന്നുള്ളതല്ലേ. എന്നാൽ ഞാൻ ഇന്നലെ തന്നെ ജസ്റ്റ് ഒന്ന് മാലക്കല്ലേക്ക് ഒന്ന് പോയപ്പോൾ തന്നെ ബസ്സേ കയറിയപ്പോൾ എന്നെ അറിയുന്ന കൂട്ടുകാർ 3 പേര് അടുത്തുണ്ട്. എന്നെ കണ്ടപ്പോൾ തന്നെ അവർ തിരിഞ്ഞെന്നെ മോൻ കളഞ്ഞു. എന്തൊരവസ്ഥ എന്ന് ആലോചിക്കുക. എനിക്ക് സങ്കടം. ഞാനിപ്പോൾ 5 മാസം ഉള്ളിൽ കിടന്ന സംഗതിയല്ല. അമ്മയ്ക്ക് നടക്കാൻ പോലും മേല. 75-76 വയസ്സായി. കാലിന് മുട്ട് എല്ലാ അസുഖമുണ്ട്, ഷുഗർ, പ്രഷർ. ഒരു കിലോ അരി മേടിച്ചുകൊണ്ട് കൈ തൂക്കി പിടിച്ച് കയറാൻ പറ്റില്ല. വടി ഇതായിരിക്കുന്നുണ്ട്. അമ്മ കുത്തി പിടിച്ചിറങ്ങുന്ന വടിയാണ് ഇതായിരിക്കുന്നു. അമ്മയ്ക്ക് നടക്കാൻ പോലും മേല. ഈ 5 മാസം ഒറ്റയ്ക്ക് അമ്മ കടന്നില്ലേ? അതാ എൻ്റെ സങ്കടം. ഇവിടുന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങണ ഈ വടി വേണം. ഒരു കിലോ അരി മേടിച്ചിട്ട് വീട്ടിലോട്ട് വരാൻ അമ്മയ്ക്ക് പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഭയങ്കര വിഷമമുണ്ട്. നമ്മളെ പള്ളിയിലെ ഇടവകയിലൊക്കെ നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി പള്ളിയിൽ പോകുമ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ മുഖത്തോട്ട് നോക്കുകയും നമ്മളെ ഒരു പരിഹാസ ജീവിയെ പോലെ, കാണാത്ത വസ്തു കാണുന്ന പോലെ, ആളെ കാണുന്ന പോലെ, പരിചയമില്ലാത്ത ആളെ കാണുമ്പോൾ നോക്കുകയും ആരും സംസാരിക്കാനില്ല. പിന്നെ നമ്മൾ പോയി, ഞാൻ പള്ളി പോകാതിരുന്നില്ല, ആശുപത്രി പോകാതിരുന്നില്ല, ജീവിച്ചു. ദിവസങ്ങൾ ചെല്ലും തോറും പേടിയായി വരുമായിരുന്നു. ഈ 10 വർഷം 12 വർഷം ശിക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോഴത്തേക്കും പേടിയായിരുന്നു. കാണാനൊക്കുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് കാണാനൊക്കുമോ, എനിക്ക് കണ്ടിട്ട് മരിക്കാൻ, ഞാൻ മരിക്കുമ്പോൾ ഇവ മരുവോ ഇല്ലോ പേടിയുണ്ടായിരുന്നു. അവനോട് വിളിച്ചപ്പോൾ പറഞ്ഞു, മരിക്കുമ്പോൾ നീ നാണം കടാഴിന് വരണ്ടെന്ന് പറഞ്ഞു. ആൾക്കാർ പരിഹസിക്കല്ലോ, അത് പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു. അതിനുശേഷം പിന്നെ വിളിച്ചില്ല. ഒരു അമ്മയുടെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ എനിക്കുള്ള 1-2 സംശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാൻസ് ആപ്പ് ഒന്നും അറിയാതെ പിടിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ കിട്ടാതെ അവർ തൂക്കിയിടും ചെയ്യുമായിരിക്കും. ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഈ ടാർഗറ്റ് എല്ലായിടത്തും ഉള്ള പരിപാടിയാണ്, വെച്ച് പിടിക്കുന്ന പരിപാടി ഉണ്ട് ഇവർക്ക്. പക്ഷേ ഇത് 2 പേരെ 151 ദിവസം വെറും കൽക്കണ്ടത്തിന് മുകളിൽ വെച്ച് പിടിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത്? കൽക്കണ്ടാണെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് വേറെ സാധനം ആക്കും. ടെസ്റ്റ് ചെയ്യാൻ അയക്കുമ്പോൾ അവരത് എന്താണെങ്കിലും അവർക്ക് പണി കിട്ടുന്നുള്ളതുകൊണ്ട് അവരത് മാറ്റും. ഞാൻ പറയുമ്പോൾ ഈ മനുഷ്യനിത് കേസായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലാതെ പരിപാടി നടക്കില്ല. മാനഹാനി, സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, ജോലി നഷ്ടം, എന്തൊക്കെ ഒരെണ്ണം ഇപ്പോൾ ഈ മനുഷ്യന് വന്നിട്ടുള്ളത്. ഇതൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ
ഇതൊരു ഈ ചേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു അയ്യോഭാവമാണ് തോന്നുന്നു. ചില എണ്ണം കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്, ഓ കയ്യിൽ കാശുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മുന്തിരി ആട്ടുംകാട്ടം വരെ മുന്തിരിയാക്കാനും മുന്തിരി ആട്ടുംകാട്ടാക്കാനുള്ള ട്രിക്കൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് എനിക്ക് തോന്നുന്നില്ല ഇയാൾ ഒരു പാർട്ടിക്കാരനാണ്. ഈ പാർട്ടിക്കാരനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഇയാളുടെ ആംഗിളിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ ഈ ഒപ്പമുള്ളവൻ എന്താ സ്കീം എന്നുള്ളത് അറിയില്ല. അവൻ്റെ കാരണം കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല. എന്നാലും ഇയാളെ കണ്ടിട്ട് എനിക്ക് ഒരു അയ്യഭാവം മനുഷ്യനായിട്ടാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഇതിൽ വലിയൊരു വീഴ്ച, 151 ദിവസം ഒരാൾ അകത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയില്ലേ. അത്രയും വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഡാൻസ് ആപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ അത് പൊതുജനങ്ങൾ അറിയണം, അവർക്ക് പണി കിട്ടണം. ഓക്കെ, ഒരു കേസ് ഇതാണ്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എത്ര പേര് ഇത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല, അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചു, ചിത്രം പകർത്തി പ്രചരിപ്പിച്ചു. ഇതാണ് സംഗതി. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മധുവിൻ്റെ ന്യൂസുമായിട്ട് ഇതിനെ ഭയങ്കരമായിട്ട് കമ്പൈൻ ചെയ്ത് പേപ്പറിലും ചാനലിലും ഒക്കെ ആയിട്ട് അതിഭീകരമായിട്ടുള്ള 1-2 ന്യൂസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതിനങ്ങനെ വലിയ ഗ്രാവിറ്റിയിൽ പരന്നില്ല. എന്നാലും തരക്കേടില്ലാത്ത രീതിയിൽ പല ചാനലുകളും ഇത് മധുവിനെയായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പ്രതികളായ റെജിൻ മാത്യുവും വിഷ്ണുദാസും ചേർന്ന് യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചത്. വാഹനത്തിന് മാർഗതടസ്സം സൃഷ്ടിച്ചെന്ന് ആരോപിച്ചായിരുന്നു അതിക്രൂര മർദ്ദനം. ഇത് ചെറുക്കുന്നതിനിടെ വസ്ത്രമഴിച്ച് കയറുകൊണ്ട് കെട്ടിയിട്ടായിരുന്നു മർദ്ദിച്ചത്. പ്രതികൾ തന്നെ പകർത്തിയ വീഡിയോ ദൃശ്യം ഉൾപ്പെടെ മാധ്യമ വാർത്തയായതോടെയാണ് സംഭവം നടന്ന് 3-ാം ദിവസം യുവാവിന്റെ മൊഴിയെടുത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പുലർച്ചെയാണ് ഷോളയൂർ വെച്ച് പ്രതികളെ അഗളി പോലീസ് പിടികൂടിയത്. പ്രതികൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. അതേസമയം പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി സിജുവിന്റെ പിതാവ് രംഗത്തെത്തി. ഈ പോലീസ് മേധാവികളോട് കാര്യങ്ങൾ എടുത്തു പറയുകയും അവരിങ്ങോട്ട് കയറുകയും ലാസ്റ്റ് ഈ പയ്യന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കി കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇത്രയും ഗുരുതര നടന്നിട്ട് ഇപ്പോഴും പോലീസുകാർ സാധാരണക്കാരുടെ ഭാഗത്തല്ല, ഇപ്പോൾ മറ്റ് എതിർകക്ഷി ഭാഗത്താണ് ഈ പോലീസുകാരിപ്പോൾ നിലനിൽക്കുന്നത്. ഷിജു ബഹളം വെച്ചപ്പോൾ കെട്ടിയിടുക മാത്രമാണ് ചെയ്തതെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. വാഹനം ആക്രമിച്ചെന്ന പരാതിയിൽ സിജുവിനെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ സിജു കോട്ടത്ര ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് പൊതുവെ തോന്നുന്ന എന്താ, അയ്യോ ഒരു പാവം ചെക്കനെ, ആദിവാസി ചെക്കനെ പിടിച്ചിട്ട് മധുവിന് ചെയ്ത പോലെ കെട്ടിയിട്ടടിച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി. അതിൻ്റെ വിഷ്വൽസ് കണ്ടാലും നമുക്ക് അത് തന്നെയാണ് ഉണ്ടോ തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഒരു ചാനലിനകത്തും ഇതിൻ്റെ ഓഡിയോ ഉള്ള വിഷ്വൽ അധികം കൊടുത്തിട്ടില്ല. ഓഡിയോ ഉള്ള വിഷ്വൽ വന്നിടത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ആരൊക്കെയോ ചിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഓഡിയോ ഉള്ള വിഷ്വലേ ഇട്ടിട്ടുള്ളൂ. വേറൊരു വിഷ്വൽസിലും ഓഡിയോ ആയിട്ട് ആരും വെച്ചിട്ടില്ല. ഞാനത് കണ്ടതുമില്ല. മെയിൻ സ്ട്രീം ചാനലുകൾ 24/7 ചാനലുകളിൽ എവിടെയും അത് വന്നിട്ടില്ല. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതേപോലുള്ളൊരു ക്രൂരത പുറത്ത് കാണിക്കേണ്ട, അല്ലെങ്കിൽ ഇപ്പം കെട്ടിയിട്ട് പകുതി ഡ്രസ്സൊന്നും ഇല്ലാത്തൊരു സാധനം പുറത്ത് കാണിക്കേണ്ട എന്നും, അല്ലെങ്കിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നിയമം സീനാണല്ലോ, അതുകൊണ്ട് പണി കിട്ടുന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ കാണിക്കാതിരുന്നതും ആയിരിക്കാം, മേ ബി. ഓക്കെ, അപ്പോൾ ഞാനും ആ ഒരു റിസ്കോ പരിപാടിയോ എടുക്കുന്നില്ല. പേപ്പറിലൊക്കെ വന്ന സമയത്ത് ചെക്കനെ പിടിച്ച് കെട്ടിയിട്ട് എൻ്റെ എന്താ പറയുക, വെട്ടിപ്പുറത്ത് നിന്ന് കെട്ടിയിട്ട് എൻ്റെ ന്യൂസ് തന്നെയാണ് എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. മാതൃഭൂമിയിലൊക്കെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മാതൃഭൂമിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിൻ്റെ വിഷ്വൽസ് ഓക്കെ ഫേസ്ബുക്കിൽ കാണാം. ഫേസ്ബുക്കിൽ ഇതിൻ്റെ വിഷ്വൽസ് വന്നിട്ടുണ്ട്. ആ വിഷ്വൽസിനകത്ത് ഞാനിത് ടാബിൽ പ്ലേ ചെയ്യാം, ഞാൻ ഇവിടെ വയ്ക്കുന്നില്ല. ഓക്കെ, കാരണം എന്താ പറയുക, ഇവിടെ പ്രിവിലേജ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്, മനസ്സിലായോ? ഞാനൊരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, ഞാൻ SC ആണ്, ഞാനൊരു ST ആണ്, അല്ലെങ്കിൽ എൻ്റെ ജാതി ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഏത് രീതിയിലുള്ള അഴിഞ്ഞാട്ടവും കാണിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ തൊട്ടവൻ പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ഈ സാധനം ഉപയോഗിക്കുന്നവരുണ്ട്. അതില്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല, മനസ്സിലായി? അപ്പോൾ വേറൊരു പ്രിവിലേജ് കിട്ടുന്നില്ലേ? അതേ പ്രിവിലേജ് എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി മോഷണ കുറ്റം ആരോപിച്ചിട്ട് ആ ചേച്ചി ഭയങ്കര കഷ്ടപ്പെട്ടു അല്ലേ. മീഡിയയിൽ വന്നതിന് ശേഷമാണ് പാപം ആ ചേച്ചി ഒന്നും കൂടി വിസിബിലിറ്റി കിട്ടിയതും ആ ചേച്ചീൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായത്. എന്നിട്ട് പോലും ആ ചേച്ചീൻ്റെ ജാതി പറഞ്ഞു, അത് ചേച്ചി
മാത്രമല്ല, അത് ആ ജാതിയിൽപ്പെട്ട ചേച്ചി മാത്രമല്ല, അത് ഏതൊരു മനുഷ്യ സ്ത്രീക്ക് വന്നാലും അത് അങ്ങനെ ഒരു സ്റ്റാൻഡ് ശരിക്കും എടുക്കണം. പക്ഷെ അത് ആ ചേച്ചിയുടെ ജാതി കൂടി ആവുമ്പോഴാണ് അവിടെ എന്താവുന്നത്, ന്യൂസുകാർക്ക് ഒരു ന്യൂസ് വാല്യൂ. ഇവിടെ കുറേ എന്താ പറയുക, ഈ ജാതിയുടെ പേരിൽ സപ്പോർട്ട് ചെയ്യാനും മതം വിറ്റ് ജീവിക്കുന്നവരെ ജാതി വിറ്റ് ജീവിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അതേപോലെ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ആ ചേച്ചീൻ്റെ ചെരുവും കേസുമായിരുന്നു. പക്ഷേ ഇതും കൂടി ഒരു ഫാക്ടറാണ് ആ ചേച്ചീനെ ഒന്നും കൂടി എല്ലാവരും അത് പുഷ് ചെയ്ത്. ഇപ്പം ഞാനാണെങ്കിൽ വീഡിയോ ചെയ്ത സമയത്ത് നമുക്കും ആ ഒരു സാധനം ഉണ്ടായിരുന്നത്. കാരണം ആ പാവപ്പെട്ട ചേച്ചീനെ, ഈവൻ പോലീസുകാരാണെങ്കിലും അതിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, പോലീസുകാർ ആ ചേച്ചീൻ്റെ നിറവും ആ ചേച്ചീൻ്റെ ജാതി കൂടി നോക്കിയിട്ടാണ് ആ ചേച്ചീനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവൾ വീട്ടു ജോലിക്കാരി, ഇവൾ കുറ്റക്കാരി, ആ സാധനം വെച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അതൊരു എന്താ പറയുക, ഒരു 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 തരത്തിൽ സൊസൈറ്റിക്കകത്ത് പ്രിവിലേജ് കിട്ടുന്ന ആളുകളും പ്രിവിലേജ് കിട്ടാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ ഈ ചെക്കൻ്റെ വീഡിയോ ഞാൻ ഇന്ന് കണ്ടപ്പോൾ, ഞാൻ ഇന്നലെ ന്യൂസും ഇന്ന് വന്ന കുറേ ന്യൂസ് ഇത് റിലേറ്റഡ് ആയിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി, എന്ത് നാടടെ ഇത്, മധുവിനെ പോലെ ഒരു ചെക്കനെ, ഒരു 19 വയസ്സുള്ള ചെക്കനൊക്കെ. പക്ഷെ ഇവ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം, ഈ ചെക്കൻ. ഓക്കെ, ഞാനിതിവിടെ ടാബിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, ക്ലിയർ ആവണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ടാബിൽ പ്ലേ ചെയ്യുന്നത്. ശബ്ദം, സൗണ്ട്, ഈ ചെക്കൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കണം. ചേട്ടനല്ലേ കണ്ടുപിടിക്കുന്നത്? ചേട്ടനെ വണ്ടിയുടെ പുറകെ കിടക്കുന്നത്. ചേട്ടൻ അറിയാലോ കാര്യങ്ങൾ. ഞങ്ങൾ എന്തെങ്കിലും ചെയ്താണോ? ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ചേട്ടനുള്ള കാര്യം പറ. ചേട്ടന്റെ വണ്ടിയുടെ നമ്പർ പറ. വണ്ടിയുടെ നമ്പർ പറ. 49 77. ഞങ്ങൾ അവന് വരുന്നതുകൊണ്ട് ഞങ്ങൾ റിവേഴ്സ് എടുത്ത് ചേട്ടന്റെ വണ്ടി പുറകിലായി പോയി. ഈ വണ്ടി ആ ചേട്ടന്റെ വണ്ടി. ചേട്ടന്റെ പേരെങ്ങനെ? രതീഷ്. ചേട്ടാ ഞങ്ങൾക്ക് എന്താണോ? ഇവൻ വെറും കണ്ടോ, ഇവൻ ഭയങ്കര തെറിവിളിയോ തെറിവിളി കേട്ടോ. ഇവൻ ഏതോ വെട്ട് കേസിലെ പ്രതിയാന്നൊക്കെ ഇവൻ പറയണ്ടേ. ഇവൻ സ്വയം ആദിവാസിയാണ് അല്ലെങ്കിൽ SC/ST എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ട് കൊലയാടി മോനെ വേറെ ഒരാളെ തെറി വിളിക്കുന്നു. ഞാനുണ്ട് കൊലയാടി മോനെ, ഒരാളെ ജാതി പറഞ്ഞ വേറെ തെറിയോ വിളിക്കുന്നുണ്ട്. രണ്ട് കൊലക്കേസിലെ പ്രതിയാന്ന് ഓന്നനെ വിളിച്ചു പറയുന്നുണ്ട്. ഇവനെന്തും ബോധമില്ലാതെ പറയുന്ന പോലെ ഉണ്ട്. വെട്ടുകേസിലെ പ്രതിയാന്നൊക്കെ പറയുന്നത്. ആയിക്കോട്ടെ, ഞാൻ വേണുവിന്റെ മോനാണ്, ST ആണ്. നിന്റെ അവിടെ ഇടിച്ചേർപ്പിച്ച തെളിവ്, നിന്റെ ദേഹത്തോടാണ് തെറി ഫുള്ള് തെറിയവൻ. അതിന്റെ തെളിവാണോ നിന്റെ ചരിത്രം? നിന്റെ ഫോണിൽ നിന്റെ ഫോണെന്താ? ഇവൻ പറയുന്ന എന്താ അറിയോ, ഈ ഇവനെ കെട്ടിയിട്ടതിനോടൊന്നും അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് സിറ്റുവേഷനിൽ ഇവൻ ഭയങ്കരമായിട്ട്, ഈ ചെക്കൻ ഭയങ്കരമായിട്ട് ഒരുമാതിരി പൊട്ടിത്തെറിച്ച് ആകെ അക്രമാസക്തനായി തോന്നുന്നുണ്ട്. കാരണം ഈ വീഡിയോ ഫുള്ളായിട്ട് ഫേസ്ബുക്കിലൊക്കെ തപ്പിയാൽ കിട്ടുന്നുണ്ടാവും, ഞാനായിട്ട് ഇരുന്നില്ല. മനസ്സിലായല്ലോ, ഇവിടുത്തെ ഒരു നിയമം, ഇവിടുത്തെ പരിപാടികളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് വേണ്ട. അപ്പോൾ ഇതിൽ ഈ ചെക്കൻ ഫുള്ള് തെറിവിളി, ഒന്നും പൊരിഞ്ഞ തെറിവിളി. ഈ വണ്ടിക്കാർ ബാക്കിലുള്ള ഓട്ടോ ചേട്ടനെ അടക്കം എന്ത് പറയുന്നുണ്ട്, ചേട്ടാ നിങ്ങൾ കണ്ടതാണല്ലോ, ഇവൻ വണ്ടീൻ്റെ മുകളിൽ കല്ലെടുത്ത് വരുന്നതും ഇവൻ വണ്ടീൻ്റെ മുന്നിൽ വന്ന് ചാടുന്നതും ഇവൻ കാണിച്ച അക്രമവും പരിപാടിയൊക്കെ നിങ്ങൾ കണ്ടല്ലേ എന്നൊക്കെ അവർ ചോദിച്ച ആ ഏട്ടനെയും പിടിച്ച് സാക്ഷിയാക്കുന്നുണ്ട്. ഇനി ഇവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ വേണുവിൻ്റെ ആരുടെയോ മോനാണ്, ഞാൻ ST ആണ്. ഓക്കെ, എൻ്റെ മേത്ത്. പിന്നെ ഇവൻ ഏതോ വെട്ട് കേസിലെ പ്രതിയാന്ന് പറയുന്നുണ്ട്, രണ്ടാളെ തട്ടി എന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെ ഇവൻ പറയുന്നുണ്ട്. ബോധം ഉണ്ടായിട്ട് പറയണോ അബോധത്തിലാണോ പറയുന്നത് നമുക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും പോലീസുകാർ പ്രാഥമിക ഘട്ടത്തിൽ ഇതിൽ കേസോ കാര്യങ്ങളോ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ബിക്കോസ് പോലീസുകാർ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സ്റ്റേജിൽ അന്വേഷിച്ച സമയത്ത് ഇവനും അത്യാവശ്യം എന്താ പറയുക കയ്യിൽ കളിയുള്ള ഒരുത്തനാണെന്നും ഇവൻ ചെയ്ത പരിപാടികളും അവിടെ നാട്ടുകാരും ബാക്കിയുള്ളവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ മീഡിയയിൽ വന്നതോട് കൂടിയിട്ട് പ്രഷറായി ഉണ്ടാവും പോലീസുകാർക്ക്. മനസ്സിലായോ? വിഷ്വൽസും കൂടി വന്നല്ലോ, അതോടുകൂടി ആകെ പ്രഷറായിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി ഒരു മധുവിൻ്റെ കേസ് ഇവിടെ ഉണ്ട്, കെട്ടിയിട്ട് അതേമാതിരി തല്ലി തന്നെ.
ഇത് ആ ആംഗിളിൽ പോവും. ഇവൻ തന്നെ പറയുന്നുണ്ട് ഇവൻ SC ആണ് ST ആണ് എന്നൊക്കെ പറഞ്ഞു, ഇവ ആദിവാസി എന്നൊക്കെ ഇവൻ തന്നെ പറയുന്നുണ്ട്. അപ്പം പിന്നെ ഇത് കളി മാറും എന്നുള്ളതുകൊണ്ട് പോലീസുകാരെന്ത് ചെയ്തു, പിടിച്ച് കേസാക്കി. പിന്നെ ഈ പയ്യൻ്റെ അച്ഛൻ വന്നു, പിന്നെ ന്യൂസുകാരൊക്കെ ഏറ്റെടുത്തിട്ട് ഇത് മധുവിനെയായിട്ട് ഇക്വേറ്റ് ചെയ്തു. എനിക്ക് ഇതിലും എവിടെയോ എന്തോ ഒരു വെടക്ക് ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകൾ ഇങ്ങനെയാണ്. ഈ പയ്യന് കൃത്യമായിട്ട് ഇവന് നിയമം അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ST ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഉപയോഗിച്ചിട്ട് അവർക്ക് കിട്ടുന്ന പ്രിവിലേജ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പലരും പോകും. അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലടേ. മനസ്സിലായി? ഇവിടെ പ്രിവിലേജ് അല്ല, ഇവിടെ മനുഷ്യന്മാരെ നോക്കി, അവരുടെ അവസ്ഥ നോക്കി, അവരുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ആളുകളെ സഹായിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുവരാനും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ച് മേടിച്ചു കൊടുക്കാനും. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ പല കാര്യങ്ങളും ഉൾട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും ചിലർക്ക് നീതി കിട്ടും, ചിലർക്ക് നീതി കിട്ടില്ല, ചിലർക്ക് പ്രിവിലേജ് കിട്ടും, ചിലർക്ക് പ്രിവിലേജ് കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ നാട്ടിൽ. എന്നാലും കൊള്ളാം. ഈ 2 ന്യൂസ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ബാക്കി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ.